ഞാൻ എന്നെ കുറെ നോക്കിയപ്പോ എന്റെ അമ്മനെ കണ്ടു. അമ്മ പറഞ്ഞു കുളിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ പോന്നു. ആ ആയിക്കോട്ടെ. പാറു വന്നില്ല എന്റെ ഒപ്പം? ഓളെ കണ്ടില്ല. ഇന്ന് പാറു ഇല്ലേ? ഓളുണ്ടാവും. ഓള് കുറച്ച് കഴിയുമ്പോ ഉണ്ടാവും. ബെല്ലടിക്കണേന് ഉമ്മ കേട്ടോ വന്നാ മതിയെന്ന്. ആ വന്നോ? പിന്നല്ല. ഒന്ന് മാറിക്ക് സീറ്റാണ്. ഞാൻ അവിടെ ഇരിക്കട്ടെ. അബുജി എന്താ അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കേ? ഇവിടെ അല്ല എന്റെ സീറ്റ്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നോളാം. അത് പറ്റൂല. എന്റെ സീറ്റിൽ തന്നെ ഇരിക്കേ. ഈ പെണ്ണിനെ കൊണ്ട്. അതെന്താ സൗണ്ട്? എടാ അബു അനക്ക് എന്തെങ്കിലും സൗണ്ട് കേട്ടോ? എനിക്കൊരു സൗണ്ട് കേട്ടില്ലല്ലോ. അല്ലടാ എന്തോ ഒരു സൗണ്ട് ഉണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കി നോക്കാം. അയ്യോ ശരിയാണല്ലോ. എന്തോ സൗണ്ട് ഉണ്ടല്ലോ. എന്തിന്റെ സൗണ്ട് അപ്പത്? എന്റെ കാലിന്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ച് പണി കിട്ടിയാലേ. അത് ശരിയാ. എന്താണല്ലോ? എന്താടാ എന്താ? നീ നോക്കിയോ കടിയില്? അയ്യോ എന്താ ഇത്? അതൊന്ന് എടുത്തോക്കബോ? അയ്യോ എനിക്കൊന്നും വയ്യേ. എടുത്തോക്കടാ. എന്തൊരു പാകുട്ടിയാന്ന് തോന്നണേ. എന്നാ എടുക്കാല്ലേ? ആ എടുക്ക. എന്താ നോക്കട്ടെ. ഇത് കാണുമ്പോ തന്നെ പേടിയാണോ? തോടെ മജ്ജത്തജ്ജൽ എടുക്കാൻ പറഞ്ഞു. അയ്യോ ഇതെന്താ? എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. ബെഞ്ചിന്റെ ഇടയിൽ നിട്ടിയതാ. അതിനൊന്ന് തിരിച്ചാ നോക്കട്ടെ. അയ്യോ ഇതിലെ ബൂബല്ലേ? അതെന്താടി? അതൊരു പാവക്കുട്ടി കേട്ടോ. അല്ലെ ബൂബ് പറഞ്ഞിട്ട് അതാണ്. അത്രയുള്ളൂ. സില്ലി മാറ്റി. ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങളില്ല ആ സൗണ്ട് കേട്ടിട്ട് അടുത്ത് ഇതുമെന്നല്ലേ വരുന്ന? ആ ഇതുമെന്ന് തന്നെ തോന്നുന്നു. ചിലര് പറയാനുണ്ട് ഇതിന്റെ മേത്ത് എന്തോ പ്രേതമുണ്ടെന്നൊക്കെ. അങ്ങനെ ഉണ്ടോ? എന്നാ അത് അവിടെ തന്നെ ഇട്ടോളാടാ. ഞാൻ ഡുലച്ചോണി ഇട്ടു. നിങ്ങൾ എന്തിനാ പേടിക്കാന്ന്? ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താ നോക്കിയപ്പോ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഇതിനെ എടുത്താണ്. ഹായ് പാവക്കുട്ടി. അതിന് എനിക്ക് തരുവോ? നെയ്യ് വേണമെങ്കിൽ കൊണ്ടേക്കോ. വേണ്ടട്ടോ ലച്ചു. അമ്മ എന്റെ സൗണ്ട് ഒക്കെ കേൾക്കണ്ട്. എന്ത് സൗണ്ടോ? എന്ത് രസമുള്ള കാർട്ടൂണാ. ഐഫോണോ? ഇത് ആരതാടി? എന്റെ അമ്മടതാ? അല്ല അല്ല ഇത് എന്റെ തന്നെ. നിനക്ക് ഐഫോണൊക്കെ ഉണ്ടോ? പിന്നല്ല ഞാനാരാ മോൾ. എന്നിട്ട് എന്തിനാ നീ ഇത് സ്കൂളിൽ കൊടുന്നേ? ചുമ്മാ ഇത് ഇന്നലെ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി കൊടുന്നതാ. ഇത് നോക്കേ. എന്താടി ബാക്കിരിയേ? ഇതെന്താ ഐഫോണോ? എനിക്കൊന്ന് പിടിക്കാൻ തരടി. നിനക്കൊന്നും ഇപ്പൊ ഇത് മേടിക്കാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തരാം. നല്ല രസമുണ്ടല്ലേ. ഇതെന്താ ഐഫോൺ? തരട്ടാ. അതപ്പുറത്തെ ഗോലിയുടേതാണ്. ഓ ആ ചാടക്കാരുടേത്. ഇതൊന്ന് കൈ പിടിച്ചോക്കടാ. എന്തൊരു സോഫ്റ്റ് ആണ്. ഞാനൊരു സെൽഫി എടുക്കട്ടെ. പൊട്ടിക്കല്ലേട്ടോ. പൊട്ടിക്കൊന്നല്ലേ അപ്പൊ തരാം. അനക്ക് വട്ടേർക്കാ പിരാന്തത്തിന്റെ ഒക്കെ മേടിച്ചാന്. ഇജാ കൊടുത്തിട്ട് ഇതിന്റെ ഏതെങ്കിലും മല്ലി മാറ്റിയേക്കാ. ഇതിന്റെ മടിയിലിരിക്കണേ. അല്ല അതിന്റെ കാര്യം മറന്നിട്ടാണ്. മറ്റേ ഫോണ് നിലത്തിക്കണു. അല്ല അവള് കാണണ്ട. എടാ അതിന്റെ ചില്ല് പൊട്ടിയടാ. നന്നായി. ഇന്നാ അതെന്തായാലും ഇതില്ലട്ടോ. അല്ലേ തന്നെ ചോള കണ്ട കണ്ണെടുത്താ കണ്ടൂടാ. അതിന്റെ അടി കൂടി അവളൊരു ഒടുക്കത്തെ ചാടി. നീ എന്താടാ കാട്ടുക? എടാ ഫോണേടേ. ഇപ്പൊ തരാം. ഓളത് ഫോൺ ചോദിച്ചോളൂ. കൊടുത്തിട്ട് ഫോൺ പൊട്ടിയെന്ന് പറഞ്ഞോളാ. അതെങ്ങനെയാ പറയാ? ഓളേക്കൊന്നും ഇട്ട് നല്ല കിട്ടും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഹലോ ടീച്ചർ. എടാ അപ്പൊ ഇനി ആ ഫോൺ എടുക്കാൻ കേട്ടോ. അത് അവിടെ ഇരുന്നോട്ടെ. ടീച്ചർ പോയിട്ട് എടുക്കാം. ഗുഡ് മോർണിംഗ്. എല്ലാരും തന്ത കൂട്ടിയിരിക്കണേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സിറ്റോ. നിങ്ങളെല്ലാരും തന്ത കൂട്ടിയിരിക്കണേ. ഒന്നുമില്ല ടീച്ചറെ. ഒന്നുമില്ല. എന്നാ ഓക്കെ. എന്നാ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഇനി ഞാൻ എന്താ കാട്ടുക? എന്താ ഒറ്റയ്ക്കാണ് ഇങ്ങനെ പെറുപെറുക്കണേ? ഒന്നുമില്ല. എന്തോ ഒരു കള്ളത്തരണ്ടല്ലോ നമ്മളെടുത്ത്. ഒന്നുമില്ല ടീച്ചറെ. ടീച്ചർക്ക് തോന്നിയേക്കാരം. എനിക്ക് അങ്ങനെ തോന്നലില്ലല്ലോ. ഞാൻ ഇപ്പൊ വരാട്ടോ. ഓഫീസിൽ നിന്ന് അറ്റൻഡൻസിന്റെ ബുക്ക് എടുക്കാൻ മറന്നു. എടുത്തിട്ട് വരാം. ഓക്കെ ടീച്ചർ. എടാ അപ്പൊ ഫോൺ ആട്ടെ. ഞാൻ ഇപ്പൊ തരാടി. കുറച്ച് കഴിഞ്ഞിട്ട് തരാം. ടാറ്റാ പോലെ ഞാൻ ടീച്ചറിനോട് പറയട്ടോ. എന്നാ ഈ സ്കൂൾക്ക് ഫോൺ വന്നോ ടീച്ചറിനോട് പറയും. നമുക്ക് തരാതിരിക്കുന്നു നല്ലേ. ഓൾക്ക് അങ്ങനെ വേണോ? അഹങ്കാരം തീരട്ടെ തൊടിക്കണേ. എടാ ഈ ഇന്റെ അടുത്ത് നിന്ന് കിടന്നോണ്ട പ്രശ്നം. ഓളിട്ടുന്നാണ് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ നേരാക്കണെങ്കിൽ നമ്മള് ഫോണിന്റെ പോലെ 1000 2000 പോരാ. 20 30 ഒക്കെ വേണം. അത് എവിടെ വെച്ച് 30 അല്ലേ? അപ്പൊ നമ്മളേക്കാളും കുറവല്ലേ? എടാ പൊട്ട 30 അല്ല 30,000. എന്തോ എടാ അബു ഒന്ന് താ. ഞാൻ തരാന്ന് പറഞ്ഞല്ലേ. ഞാൻ ടീച്ചറിന് കൊടുക്കട്ടെ ഫോണ്. അല്ല അബൂബ എടാ ഇവിടെ ഉണ്ട്. താഴെ ഞാൻ നോക്കട്ടെ. ഇത് സാധാരണത്തിന്റെ പോലെ നല്ലല്ലോ. അത് ഡ്രസ്സൊക്കെ ഇട്ടിക്കണല്ലോ. ഭയങ്കര തണുപ്പല്ലേ. അതുകൊണ്ട് ഡ്രസ്സ് ഇട്ടാ തരാം. കാണാൻ നല്ല ക്യൂട്ടാണല്ലേ? അയ്യോ ടീച്ചർ. പാറു നീ എന്താ ക്ലാസ് കൂടെ നടക്കണ? അവിടെ പോയിട്ട് സീറ്റില്. എന്താ കയ്യില്? ഹലോ ടീച്ചറാ. അണക്കം തന്നെ കണ്ണു കാണൂലേ എന്റെ കയ്യില്? അത് എന്താണ്? അതിലെ ബൂബ ടീച്ചർ. അതിനെന്തിനാ ക്ലാസ് കൊടുക്കണേ? അത് പിന്നെ എന്തിനാ കൊടുക്കണേന്ന്? അങ്ങനത്തെ സാധനങ്ങൾ ക്ലാസ് കൊണ്ടുവരാൻ പറ്റൂലെന്ന് അറിയില്ലേ? ഞാൻ കൊടുന്നതല്ല. അത് അബു തന്നതാ. അബു എന്റെ കയ്യിൽ എന്താ വേറെ സാധനം? അല്ലോ ഫോൺ ഉണ്ടായിരുന്ന കയ്യില്. ഞാൻ ആ ചെറുച്ചണീന്റെ ഇടയിൽ ഫോൺ എടുത്തേക്കാൻ മറക്കും ചെയ്തു. ടീച്ചർ ഒന്നുമില്ല. എന്താ നോക്കട്ടെ കാണിക്ക്. ഒന്നുമില്ല ടീച്ചർ. കാണിക്കാന്ന്. ഇതാ ടീച്ചർ. ഇതെന്താ ഫോണോ? എന്തിനാ ഫോൺ സ്കൂളിൽ കൊടുക്കണേ? അത് പാറുവിന്റെ അല്ലേ ടീച്ചർ? അത് അപ്പുറത്തെ ലക്ഷ്മിയുടെയാണ്. ഓനോട് ഞാൻ അപ്പളേ തരാൻ പറഞ്ഞതാണ്. ലക്ഷ്മി എണീറ്റേ. യെസ് ടീച്ചർ. എന്തിനാ ഫോൺ ക്ലാസ് കൊടുക്കണേ? ആ ഫോൺ ഇങ്ങോട്ട് എടുത്താബോ. ഈ രണ്ടും എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഇനി. ടീച്ചർ അത് എന്തോ ഒന്നും പറയണ്ട. ഇത് രണ്ടും ഞാൻ ഓഫീസിൽ കൊണ്ടേക്കും. പേരൻസ് വന്നാലുള്ള ഇത് കിട്ടുക. ടീച്ചർ അത് പിന്നെ ഞാൻ പേരൻസിനെ കാണാതെ കൊണ്ടുവന്നതാ. അവരോട് പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നേ? അത് ഇന്നലെ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കൊടുന്നതാ. ഇത്
പുതിയതോ? എന്നിട്ട് ഡിസ്പ്ലേ പൊട്ടിയിട്ടല്ലോ. എന്തിനാ ലക്ഷ്മി കള്ളം പറയുന്നേ? ഡിസ്പ്ലേ പൊട്ടിക്കേ? അതെ, ഇതിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടല്ലോ. അയ്യോ, എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടില്ല കേട്ടോ ടീച്ചർ. ഇതെന്തായാലും പൊട്ടിക്കണം. അപ്പൊ ഇത് നിന്റെ അല്ലല്ലേ? ആ കളർ ഇല്ലാതെ എന്റെ തന്നെയാണല്ലോ. അയ്യോ, ഇത് ഐഫോൺ ആണല്ലോ. ഇതെങ്ങനെ പൊട്ടി? അത് പിന്നെ അബുവിന്റെ അടുത്തുനിന്ന് ഫോൺ താഴെ വീണു, അപ്പൊ പൊട്ടിയതാ ടീച്ചർ. പറയണ്ടടാ, ശവത്തി കുത്താതടാ. അയ്യോ, ക്ലാസ്സിൽ കൊടുത്തിട്ട് ഫോൺ പൊട്ടിച്ചേ. അയ്യോ, എന്റെ ഫോൺ പൊട്ടിയാ? ഞാൻ എപ്പോഴാ അബു എന്നോട് തരാൻ പറഞ്ഞല്ലേ? പിന്നെ എന്താ ഈ തരാറുന്നേ? അതിന്റെ മുമ്പ് പൊട്ടി. ഇനി ഇവിടെ കറന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമല്ല. ഇനി പൊട്ടിയതുകൊണ്ട് വീട്ടിൽ കൊണ്ടേക്കോ. ഇന്നലെ മേടിച്ച ഫോണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ സ്കൂളിലേക്കൊക്കെ കൊണ്ടുവരണത്? അതിനാ പറയുന്നത് ഞാൻ ഗോൾഡും ഫോണൊന്നും സ്കൂൾക്ക് കൊണ്ടുവരുതേന്ന്. അത് ഇവിടുന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത് നിങ്ങൾക്ക് മേടിച്ചു തരാനുള്ള പൈസ ഒന്നുമില്ല. ഇനി ഇരുന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമല്ല. ഇത് മേടിച്ചോ, കൊണ്ടേക്കോ. പറ്റൂല ടീച്ചറെ, എനിക്ക് നേരാക്കണോ? അല്ലെങ്കിൽ പുതിയ ഫോൺ വേണം. ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല ലക്ഷ്മി. ഫോൺ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പോ നോക്കണേ. അതുകൊണ്ട് അവൾ അഹങ്കാരം ഒന്ന് മാറിക്കിട്ടും. ഞാൻ എന്താ ചെയ്യാ? നമുക്ക് കാണിച്ചു കൊടുത്താൽ അമ്മനെ തച്ചല്ലോ. ഇതിനാ പറയുന്നത് ഗോൾഡും ഫോണൊന്നും ക്ലാസ്സിക്ക് കൊണ്ടുവരുതേന്ന്. നല്ല വിലപിടിപ്പില്ല ഈ കാലത്ത് ഗോൾഡൊക്കെ ക്ലാസ് കൊടുന്ന് ഇവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് പിന്നെ കിട്ടൂല. അതുപോലെ തന്നെ ഈ ഐഫോണിന്റെയും കാര്യം നേരാക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം? ഈ നേരാക്കിയത് ഒറിജിനൽ ആവോ? ആയിട്ടില്ലേനു. ഞങ്ങൾക്ക് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലിന് പൈസ തരാനൊന്നും ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല. ഞങ്ങൾ പരീക്ഷനെ ഉള്ള സാധനങ്ങൾ മേടിച്ചാൽ പൈസ തികയുന്നില്ല. ഈ ഒരു സ്കൂളിലാണ് പഠിപ്പിച്ചിട്ട്. അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ ഈ ഓരോ പുളിവാലുണ്ടാക്കണോ? ഇതെന്തായാലും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. സ്കൂളിട്ട് പോകുമ്പോൾ മേടിക്കാല് പിന്നെ കേടിരും. അമ്മനോട് എന്തേലും പറഞ്ഞോളാം. എന്റെ കയ്യിൽ നിന്ന് വീട് പൊട്ടിക്കുന്ന എന്തേലും പറഞ്ഞോളാം. അല്ലെങ്കിൽ നടന്ന കാര്യം പറഞ്ഞോളാം. ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ക്ലാസ് ഇട്ട് പോകുമ്പോൾ ചോദിച്ചോണ്ട് അപ്പൊ ഞാൻ തരാം. ഈ പാവക്കുട്ടിനെ ആർതാണെന്ന് പറഞ്ഞാണി. അത് ടീച്ചർ ഈ ഡെസ്കിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. ഡെസ്കിന്റെ അടിയിൽ നിന്നോ? ഇതെങ്ങനെ അവിടെ വന്ന്? അറിയില്ല ടീച്ചർ. ഒരു സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് എടുത്ത്. ഇത് ഫോണിൽ കൂടി ഒക്കെ കാണുന്ന സാധനമാണല്ലോ. ഇതിനെന്താ ലബൂബ് എന്തോ അല്ലേ പേര്? ഇതെന്താ ഡേഞ്ചർ ആണെന്നൊക്കെ പറയണം. എന്നിട്ട് ക്ലാസ് കൊടുക്കണത്. അല്ല ടീച്ചർ, ഇത് ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞില്ലേ? ഇനി അതൊന്നും ഉണയെന്ന് ആയിക്കറിയാം. ബെഞ്ചിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കിട്ടണു. കുട്ടികൾ കൊണ്ടുവരല്ല. ഇവിടെ ആരെങ്കിലും കൊടുത്തിടുവോ? അറിയില്ല ടീച്ചർ. ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. എന്നായിക്കോട്ടെ, എന്റെ കയ്യിൽ ഇന്നോട്ടെ. അതോ അല്ലെങ്കിൽ ആയിക്കോട്ടെ ടീച്ചർ, എടുത്തോ. ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. ആയിക്കോട്ടെ. ഇവിടെ എന്താ നോക്കിയിരിക്കുക? ടീച്ചറല്ലേ ഇവിടെ നിൽക്കാൻ പറഞ്ഞേ? ഞാൻ നിൽക്കാൻ പറഞ്ഞ നിന്നാൾ അല്ലെങ്കിൽ സീറ്റിൽ പോയിരിക്കേ. ഓരോരോ പുലിവാലോട് ഒപ്പിച്ചേക്കെല്ലാവരും കൂടി. അല്ലെങ്കിൽ തന്നെ ഇവിടെ ക്ലാസ് എടുത്ത് തീർന്നില്ല. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളും. അങ്ങനെ പാറുവിനും കിട്ടി. ഞാൻ എന്താ കണക്ക് അങ്ങനെയാണ്. കുറെ ദിവസം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി അറിഞ്ഞെന്ന് ഞാൻ ആലോചിച്ചു. അതെന്തായാലും ഇന്നത്തോടെ അവസാനിച്ച് പോയിരിക്കാട് സീറ്റിൽ.